ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ദിവസം കൂടിയിട്ട് നമ്മൾ ഇന്നൊരു വ്ലോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ വലിയ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വ്ലോഗൊന്നുമല്ല, അതായത് പഠിത്ത സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എനിക്ക് അത്യാവശ്യം ജോലിയുടെ തിരക്കുകളുള്ള ഒരു ദിവസമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കൂടുതലും ആ കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ചമ്മന്തിയും ഉണ്ടായിരുന്നു, പിന്നെ അതുകൂടാതെ കപ്പയും ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും കുറച്ച് കുറച്ച് വീതം കഴിച്ചു. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാനും ഏട്ടനും വീട്ടിലുണ്ട്, കാരണം അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ പഴനിക്ക് പോയേക്കുവാണ്. അപ്പോൾ അവർ നാളെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവർ പോയ അന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നായിരുന്നു. രാവിലെ തന്നെ റൂം ഒന്ന് റെഡിയാക്കണം. അത് വേറൊന്നുമല്ല, അതായത് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നപ്പോൾ എനിക്ക് ക്ലാസ് എടുക്കണമല്ലോ. എൻട്രിയുടെ 1-2 ക്ലാസ്സുകൾ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം. അതല്ലെങ്കിൽ ഇതേപോലെ ഒരു ഗ്രീൻ കളർ, നിങ്ങൾക്ക് ആ ഒരു ഭിത്തിയിൽ കാണാമായിരിക്കും, ആ ഒരു ഗ്രീൻ കളറാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണ്ടത്. അപ്പോൾ വൈറ്റ് ആകുമ്പോഴത്തേക്കും അവിടുത്തെ വീട്ടിൽ വൈറ്റ് പെയിൻ്റാണ് നമ്മുടെ റൂമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലിരുന്നായിരുന്നു ഞാൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ റൂമുകളും തന്നെ വേറെ ഡിഫറെൻറ്റ് കളേഴ്സുള്ള പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു റൂമിൽ ഗ്രീൻ കളറുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുത്തിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാണ്, അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതെന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അത് റെഡി ആവുകയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ക്ലാസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ റൂം ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുവാണ്. കാരണം കുറേ ദിവസങ്ങളായി ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ട് അതൊന്ന് ക്ലീൻ ആക്കണം. കുറേ ബുക്കും തുണികളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ കാണുന്നത് മാമൻ്റെ മോളാണ്. അവർ കുറച്ച് കസിൻസ് വീട്ടിലുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവൾ എൻ്റെ അടുത്താണ് ട്യൂഷൻ പഠിക്കുന്നത്. ആളിപ്പം +2-ലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ട്യൂഷനുള്ളപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. എന്നിട്ട് പിന്നെ ക്ലാസ് തുറക്കുമ്പോഴത്തേക്കുമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞാൻ എങ്ങനെ എന്ത് പരിപാടി ചെയ്യാൻ തുടങ്ങിയാലും ആൾ എൻ്റെ കൂടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞാൽ ലാപ്ടോപ്പ് ഒന്ന് ആ ടേബിളിൽ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ കളർ കിട്ടുമോ, കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുമോ എന്നൊക്കെ നോക്കിയാൽ മതി. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും ക്ലീൻ ചെയ്യുവാണല്ലോ, അപ്പോൾ മൊത്തത്തിൽ റൂമൊന്ന് ക്ലീൻ ആക്കിയേക്കാം എന്ന് വിചാരിച്ചാണ് ഇന്ന് അതിന് വേണ്ടിയിട്ട് നിന്നത്. ശരിക്കും രാവിലെ കുറച്ച് ടൈം ഇരുന്ന് റിവിഷൻ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു 2-3 മണിക്കൂർ പോകും. പക്ഷെ എന്തായാലും ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ റൂമൊക്കെ ഏകദേശം ഞങ്ങൾ സെറ്റാക്കി. അതിന് ശേഷം ഇനി ലാപ്ടോപ്പ് ഒന്ന് വെച്ച് നോക്കിയിട്ട് കുറച്ചൊന്ന് ക്ലാസ് എടുത്ത് നോക്കണമായിരുന്നു. പക്ഷേ ക്ലാസ് എടുത്ത സമയത്ത് ഇതേപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് ഒരു സ്വിച്ച് ബോർഡ് അവിടെ ഉള്ളത് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും അത് വരുന്നുണ്ട്. പിന്നെ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട്. അപ്പം ഒത്തിരി നേരം ഇനി അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല. അതായത് എനിക്ക് 2 ക്ലാസ്സുകൾ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഇരുന്ന് ക്ലാസ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഞാൻ പോകുന്നന്ന് കുറച്ച് ഡ്രസ്സ് അലക്കാനിടാനുണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കാനിട്ടിട്ട് ഞാൻ പിന്നെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കിടന്നു. പക്ഷേ അവിടെയും ചെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. ഒരെണ്ണം ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു, മറ്റൊന്നൊരു 30 മിനിറ്റ്സ് എബോവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിനിടയ്ക്ക് വെച്ചൊന്ന് കറണ്ട് പോയി. കറണ്ട് പോയിട്ട് വരാൻ കുറേ സമയം എടുത്തു. അപ്പോൾ കറണ്ട് പോലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ലൈറ്റിങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കറണ്ട് വരാതെ പിന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുകയില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 12:30 ആയിട്ടോ വീട്ടിലേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും. അപ്പോൾ എനിക്ക് കുറച്ച് നോട്ടും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് വേണമായിരുന്നു ക്ലാസ് എടുക്കാൻ. അപ്പോൾ ആ നോട്ടിന് വേണ്ടി ഇരുന്നത് കൊണ്ട് തന്നെ ഒരു 1:30 1:45 ആയപ്പോഴത്തേക്കുമാണ് ക്ലാസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനിടയ്ക്ക് കറണ്ടും പോയി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോയി. അപ്പോൾ വീട്ടിൽ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോകുന്നത്. അതായത് ക്ലാസ് എടുത്ത് പെട്ടെന്ന് കഴിഞ്ഞ് വീട്ടിൽ എന്തായാലും ഒരു 2 മണിക്കുള്ളിൽ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ അവിടുന്ന് ചോറ് കറികളുമൊക്കെ പൊതിച്ചോറ് പോലെ കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞല്ലോ കസിൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അവർ കൊണ്ടിങ്ങോട്ട് തന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചു. പിന്നെ കുറച്ച് ക്ലാസ് ഞാൻ എടുത്തു കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ 2 ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് വൈകുന്നേരം ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ട്യൂഷനും ചെല്ലേണ്ടതുകൊണ്ട് ഞങ്ങൾ ഒരു ക്ലാസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ട്യൂഷൻ എടുത്തു. ട്യൂഷൻ എടുത്ത സമയത്ത് ക്രിസ്മസിൻ്റെ ആ ഒരു തലേദിവസമൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു ജസ്റ്റ് ഒരു കേക്കൊക്കെ മുറിച്ചു.
അപ്പോൾ അങ്ങനെ ഒരു 6:30 ഒക്കെ ആയപ്പം ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി. പിന്നെ നമ്മുടെ അവിടെ കുറച്ച് ഒരു മാറിയിട്ടൊരു അമ്പലമുണ്ട്, തളിയിൽ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു, ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഏട്ടനും വെറുതെ ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം ഒന്ന് പോയി. ബാക്കി അമ്മ ഒക്കെ എൻഗേജ്ഡ് ആയിരുന്നു, പല പല പരിപാടികളുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛൻ അവിടെ അടുത്തൊരു അമ്പലത്തിൽ എപ്പോഴും ഭജനയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛനും വരാൻ പറ്റിയില്ല. പിന്നെ പിള്ളേരും അവരെല്ലാവരും ഓരോരോ തിരക്കുകളിലൊക്കെ ആയതുകൊണ്ട് അവരാരും വന്നില്ല. പിന്നെ ഞങ്ങൾ തന്നെ എന്തായാലും പോയി തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതു. അധികം നേരം നിന്നില്ല കേട്ടോ. വീട്ടിൽ അവർ കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തിരിച്ച് ചെല്ലണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം നേരം നിന്നില്ല. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേദിവസമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ക്രിസ്മസിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്മസ് അടുക്കുന്ന സമയത്ത് ട്രാവൽ ചെയ്യുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ ഒരു ട്രിപ്പ് ഉള്ളതാണ്. അതായത് കല്യാണത്തിന് മുമ്പ് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഇപ്പോൾ കല്യാണത്തിന് ശേഷം ഇവിടെ നിന്നാണെങ്കിലും പഴനിക്ക് പോകുന്ന ആ ഒരു സമയം ക്രിസ്മസിൻ്റെ സമയത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബസ്സിനൊന്നും അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ട്രാവൽ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, എങ്കിൽ പോലും ഒരുപാട് പേരൊക്കെ ആയിട്ടാണ്, അവർ വലിയ ബസ്സിനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, നമുക്ക് എപ്പോഴും അത് കംഫർട്ടബിൾ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോകാഞ്ഞത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സമയത്ത് യാത്ര ചെയ്യുന്നത്. കാരണം ക്രിസ്മസിനോട് അനുബന്ധിച്ച് കുറേ എന്താ പറയുക, ഇങ്ങനത്തെ ലൈറ്റും നക്ഷത്രങ്ങളും ഒക്കെ ഏത് വീട്ടിൽ നോക്കിയാലും റോഡ് സൈഡിലുള്ള എല്ലാ വീട്ടിലും അങ്ങനെ നല്ല ഭംഗിയല്ലേ ഇതൊക്കെ കണ്ടു പോവാൻ. അല്ലെങ്കിൽ തന്നെ യാത്ര ചെയ്യുന്നത് നമുക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ക്രിസ്മസ് തലേദിവസം ആയതുകൊണ്ട് തന്നെ എന്താണ് കരോളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കരോൾ വന്നു, വീട്ടിൽ 2 കരോൾ വന്നു. അതിനുശേഷം ഇതേപോലെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പൊക്കത്തെ റോഡിലൂടെ ഭയങ്കരമായിട്ടുള്ള പാട്ടും, അതായത് ഭയങ്കരമായിട്ടുള്ള സിനിമാറ്റിക് പാട്ടുകളൊക്കെ കേട്ടു കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതെന്താണെന്ന് ആലോചിച്ച് കയറി വന്നപ്പോഴാണ് ഇതും ഒരു തരത്തിലുള്ളൊരു കരോളാണ്. ഒരു ടെമ്പോയിൽ കുറച്ച് പയ്യന്മാരൊക്കെ കൂടിയിട്ട് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെ പാട്ടുകൾ, അതായത് ക്രിസ്തു ജനിച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമില്ല, അതൊക്കെ അവർ മറന്നുപോയെന്ന് തോന്നുന്നു. അങ്ങനത്തെ പാട്ടുകളോ ഒന്നുമില്ല. കൂടുതലും നമ്മുടെ തമിഴ് സോങ്സ് ഒക്കെ ഇട്ടിട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഇതേപോലെ ലൈറ്റ് ആണെങ്കിലും ഭയങ്കരമായിട്ട്, നിങ്ങൾ ആ ഒരു പ്രദേശം മൊത്തം കാണുന്ന അവരുടെ ആ വണ്ടിയിലുള്ള ലൈറ്റിൻ്റെ ആണ്. അപ്പോൾ അങ്ങനെ അവർ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പൊക്കത്ത് പോയി നിന്നിട്ട് ആ റോഡ് സൈഡിൽ പോയി നിന്നിട്ട് കണ്ടു. എനിക്കറിയില്ല ഈ വണ്ടിയൊക്കെ ആരെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പിടിക്കുമോ എന്നുള്ള കാര്യത്തിലേ. കാര്യം ഇങ്ങനെ ഇത്രയും വോയിസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവാന്നുള്ളത് അലൗഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങളൊരു കേക്കൊക്കെ മുറിച്ചു കഴിച്ചു. അതുപോലെ കൂടുതൽ സമയം രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ കസിൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അത് കസിൻസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അതിപ്പോൾ ക്രിസ്മസ് ആയാലും ഓണം ആയാലും ഒക്കെ എല്ലാവരും വരും. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ നേരം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ചിലപ്പോൾ പാട്ടും അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സമയം പോയത്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് വേറെ ഒന്നും പഠിക്കാനൊന്നും ഇരുന്നില്ല. പക്ഷേ ഈ ക്ലാസ്സസ് എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് അത് എടുത്തു കൊടുത്തത്. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തില്ല. നമ്മൾ കിടന്ന സമയം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അത്രയും നേരം നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വ്ലോഗിൽ നമുക്ക് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.